നമ്മുടെ സ്നേഹബഹുമാനപ്പെട്ട ഗ്ലാഡിവിൻ അച്ഛനും ബെന്നോ അച്ഛനും ജാക്സൺ അച്ഛനും എല്ലാവരുടെ പേരിൽ പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുകയാണ്. വിശുദ്ധ സെബാസ്റ്റ്യൻ്റെ തിരുനാൾ ദിനമായി ഇന്ന് ആഘോഷമായ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചതിനെ, അവരുടെ സാന്നിധ്യത്തിന്, പ്രാർത്ഥനയ്ക്ക് ഒക്കെ സ്നേഹപൂർവ്വം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങൾ ചെയ്തതും കാഴ്ച സമർപ്പണം നടത്തിയതും ഇന്നലെ പള്ളിയും പരിസരവും വൃത്തിയാക്കുകയും ചെയ്തത് സാങ്ത മരിയ കുടുംബ യൂണിറ്റ് അംഗങ്ങളാണ്. അവർക്ക് പ്രത്യേക നന്ദി, അവരുടെ പ്രത്യേക പാർട്ടിസിപ്പേഷനും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്ത ഞായറാഴ്ച പ്രസ്തുത കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് സെൻറ്റ് സെബാസ്റ്റ്യൻ കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്നലെ മാതാവിൻ്റെ നേർച്ച ഭക്ഷണം ഒരുക്കിയത് ലൂർദ് മാതാ കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരുന്നു. അവർക്ക് പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്ത ശനിയാഴ്ച മാതാവിൻ്റെ നേർച്ച ഭക്ഷണം ഒരുക്കേണ്ടത് ലിറ്റിൽ ഫ്ലവർ കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയിലെ കാഴ്ച സമർപ്പണം സെൻറ്റ് ബെനഡിക്റ്റ് യൂണിറ്റ് 3000 രൂപ, കഴിഞ്ഞ ആഴ്ചയിലെ സഞ്ചിപ്പെരുവ് ബസിലിക്കയിലെ സഞ്ചിപ്പെരുവ് 20,320, സെൻറ്റ് ജോസഫ് കപ്പേളയിലെ സഞ്ചിപ്പെരുവ് 5030. അടുത്ത ശനിയാഴ്ച മുതൽ നമ്മൾ ഇവിടെ കുർബാനയ്ക്ക് ഒരു സമയക്രമീകരണം നടത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുത്ത ശനിയാഴ്ച രാവിലെ 10:30 കുർബാന, അത് 9:30 മണിക്കായിരിക്കും. 9 മണിക്ക് നമ്മൾ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ച് എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് പോലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം 9:30 ദിവ്യബലി ആരംഭിക്കുന്നു. 10:45 ദിവ്യബലിയും നൊവേനയും ആരാധനയും ഒക്കെ അവസാനിക്കും. അടുത്ത ശനിയാഴ്ച മാസത്തിൻ്റെ ആദ്യത്തെ ശനിയാഴ്ചയാണ്. രോഗശാന്തി ശുശ്രൂഷയും ദിവികാരുണ്യ ആരാധനയ്ക്ക് ശേഷം ദിവികാരുണ്യ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. കൂടുതൽ പേര് അതിൽ പങ്കെടുക്കുക. നമ്മുടെ സമയക്രമീകരണം നടത്തിയിരിക്കുന്നത്, അതിൻ്റെ ഉദ്ദേശം നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. എല്ലാ ശനിയാഴ്ചയും മനസ്സമ്മതവും മറ്റ് ആണ്ട് കുർബാന, 7 കുർബാന, 7-ാം ദിവസത്തെ കുർബാനയൊക്കെ ചൊല്ലുവാനായിട്ട് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. കാരണം 12 മണിക്ക് ശേഷമാണ് കുർബാനകൾ അർപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ സമയം പിറകോട്ട് വയ്ക്കുമ്പോൾ നമ്മൾക്ക് 10:45 മാതാവിൻ്റെ കുർബാനയും നൊവേനയും ആരാധനയും ഒക്കെ കഴിയും. തുടർന്ന് 11 മണിക്ക് നമ്മൾക്ക് മറ്റ് തിരുക്കർമ്മങ്ങൾ നടത്തുവാനുള്ള സമയമുണ്ടായിരിക്കും. അതിൻ്റെ പേരിലാണ് 1 മണിക്കൂർ സമയം നമ്മൾ മുൻപോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശനിയാഴ്ച കഞ്ഞി നേർച്ച ഒരുക്കാൻ വരുന്നവർ അല്പം നേരത്തെ വരണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ കുർബാനയ്ക്ക് ശേഷം അമ്പ് എഴുന്നള്ളിച്ചുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക്, കുടുംബ യൂണിറ്റിലേക്ക് പോവുകയാണ്. വൈകുന്നേരം 4:30 സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ദേവാലയത്തിലേക്ക് അമ്പ് പ്രദക്ഷിണം ആരംഭിക്കുന്നതാണ്. എല്ലാ ബ്ലോക്കുകളും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുക. പ്രദക്ഷിണത്തെ തുടർന്ന് 5:30 ദിവ്യബലി ഉണ്ടായിരിക്കും. അടുത്ത ഞായറാഴ്ച ദശാംശ സമർപ്പണമാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ കൂടുതലായി ദശാംശ സമർപ്പണത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു പ്രത്യുപകാരം എന്ന നിലയിൽ നമ്മൾക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക്, സാമ്പത്തികമായ നേട്ടങ്ങൾക്കൊക്കെ ദൈവത്തിന് നമ്മൾ ഒരു നിശ്ചിത തുക നമ്മൾ ദശാംശമായിട്ട് നൽകുന്നു. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി അത് കൃത്യമായിട്ട് എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ വിളിച്ചു പറഞ്ഞില്ലെങ്കിലും ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യത്തെ ഞായറാഴ്ച ദശാംശ സമർപ്പണം നൽകുന്ന ഞായറാഴ്ച ആയിരിക്കുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു. CSSൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന കാരുണ്യ സമ്മാന കൂപ്പണിൻ്റെ നറുക്കെടുപ്പ് ഇന്ന് വൈകിട്ട് 5:30 ദിവ്യബലിക്ക് ശേഷം പള്ളി അങ്കണത്തിൽ വെച്ച് നടത്തുന്നതായിരിക്കും. ഇനിയും കൂപ്പൺ എടുക്കുവാൻ
എടുക്കാത്തവർ കൂപ്പൺ എടുത്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് സെക്രട്ടറി. ഇന്ന് രാവിലത്തെ 8:30 ദിവ്യബലി ഉണ്ടായിരിക്കുന്നതല്ല.